നാഷണൽ ഹെറാൾഡ് കേസിൽ നെഹ്റു കുടുംബം കൂടുതൽ കുരുക്കിലേക്ക്. കോൺഗ്രസ് നേതാക്കളായ സോണിയയ്ക്കും രാഹുലിനുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. ദില്ലി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റേതാണ് നടപടി. പുതിയ കേസിൽ സോണിയ 1-ാം പ്രതിയും രാഹുൽ 2-ാം പ്രതിയുമാണ്. 2024 ജൂൺ 30-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡും യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള ഇടപാടുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഇഡി കണ്ടെത്തിയിരുന്നു. രാഹുലിനും സോണിയയ്ക്കും പുറമെ 6 വ്യക്തികളും 3 കമ്പനികളും പ്രതികളാണ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിട്രോഡ, കോൺഗ്രസ് നേതാവ് സുമൻ ദുബായ് എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മെർച്ചന്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയാണ് പ്രതിപട്ടികയിലുള്ള സ്ഥാപനങ്ങൾ. ക്രിമിനൽ ഗൂഢാലോചന, സത്യസന്ധമല്ലാത്ത സ്വത്ത് ദുരുപയോഗം, ക്രിമിനൽ വിശ്വാസ ലംഘനം, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് വിശദീകരിക്കാം. 90 കോടിയുടെ കടവുമായി 2008-ൽ നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടുന്നതോടെയാണ് ഇത് സംബന്ധിച്ച വിവാദങ്ങൾ തലപൊക്കിയത്. ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് കോൺഗ്രസ് 90 കോടി രൂപ നൽകുന്നു. ഈ തുക തിരിച്ചടയ്ക്കാൻ AJLന് കഴിഞ്ഞില്ല. 2010-ൽ UPA സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുന്നു. കോൺഗ്രസ് നൽകിയ വായ്പ പിന്നീട് യങ് ഇന്ത്യയുടെ പേരിലാക്കുന്നു. സ്വാഭാവികമായും AJL യങ് ഇന്ത്യന് പണം നൽകണം എന്ന് വരുന്നു. പണം നൽകാൻ സാധിക്കാത്തതിനാൽ AJLന്റെ ഓഹരികൾ 50 ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യ വാങ്ങുകയും 2000 കോടി രൂപയോളം വരുന്ന ആസ്തി സോണിയയും രാഹുലും ഡയറക്ടർമാരെ കമ്പനിയുടെ പേരിലാവുകയും ചെയ്യുന്നു. 2013-ൽ കേസ് കോടതിയിലെത്തുന്നു. ഇടപാട് ചോദ്യം ചെയ്ത് 2013-ൽ സുബ്രഹ്മണ്യൻ സ്വാമി ദില്ലി പട്യാല ഹൌസ് കോടതിയെ സമീപിച്ചതോടെ നിയമയുദ്ധം തുടങ്ങി. 2014-ൽ സോണിയയും രാഹുലിനെയും കോടതി വിളിച്ചു വരുത്തി. പരാതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇഡിയും അന്വേഷണം തുടങ്ങി. തെളിവില്ലെന്ന് കണ്ട് 2015-ൽ അന്വേഷണം അവസാനിപ്പിച്ച് രാജൻ കട്ടോച്ച് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റി. സ്വാമിയുടെ പരാതിയിൽ മോദി സർക്കാർ കേസ് ഡയറി വീണ്ടും തുറന്നു. 2015-ൽ ദില്ലി കോടതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതികൾ ജാമ്യമെടുത്തു. സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും കീഴ്ക്കോടതി നടപടികൾ തുടരട്ടെ എന്നായിരുന്നു നിലപാട്. ഹെറാൾഡ് ഹൌസ് ഒഴിയണമെന്ന് കേന്ദ്ര സർക്കാർ യങ് ഇന്ത്യക്ക് നിർദ്ദേശം നൽകി എങ്കിലും സുപ്രീം കോടതിയെ സമീപിച്ച് യങ് ഇന്ത്യ അനുകൂല വിധി നേടി. 2012-ൽ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 2014 ജൂൺ 26-ന് ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പട്യാല ഹൌസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2021-ലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദി അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് AJL എന്ന കമ്പനിയെ സോണിയയുടെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുക്കുകയായിരുന്നു. 2000 കോടിയോളം വില വരുന്ന സ്വത്തുവകകൾ തുച്ഛമായ വിലയ്ക്കാണ് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയത്. 2008-ൽ 90 കോടിയുടെ കടബാധ്യതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടിയിരുന്നു. ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് കോൺഗ്രസ് 90 കോടി രൂപ വായ്പ നൽകി. തുക തിരിച്ചടയ്ക്കാൻ AJLന് സാധിച്ചില്ല. 2010-ൽ UPA സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയയും രാഹുലും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു. ഇതോടെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റി. യങ് ഇന്ത്യക്ക് പണം നൽകാനും AJLന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നത്. 2010-ലാണ് കമ്പനിയുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നത്. സോണിയ, രാഹുൽ, മോത്തിലാൽ വോറ, സാം പിട്രോഡ, ഓസ്കാർ ഫെർണാണ്ടസ്, സുമൻ ദുബായ് തുടങ്ങിയവരാണ് കേസിൽ പ്രതികൾ. കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പവൻ ബൻസാൽ തുടങ്ങിയ നേതാക്കളെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.